എറണാകുളം മുനമ്പത്ത് 27 ബംഗ്ലാദേശികൾ പിടിയിലായതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആലുവ റൂറൽ പോലീസും ആന്റി ടെസ്റ്റിംഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേരെ പിടികൂടിയിരിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡോടെ ജോലി ചെയ്യുന്നവരാണ് പിടിയിലായവരിൽ ഏറെയും. അതേസമയം കേരളത്തിലെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തേടിയിട്ടുമുണ്ട്. കാരണം സംസ്ഥാനത്ത് ബംഗ്ലാദേശ് സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ നടപടി. അഖിൽ പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, വ്യാജ ഐഡികളോടെ ഇവർ വിവിധയിടങ്ങളിൽ തൊഴിലേർപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചു എന്ന് അനുമാനിക്കണമോ? അനു, ഇന്ന് രാവിലെയാണ് മുനമ്പത്ത് നിന്ന് ബംഗ്ലാദേശികളായ 27 പേരെ പോലീസും അതുപോലെ തന്നെ ATS ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് അവർക്ക് മതിയായ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരുന്നില്ല. അവർ എന്തിനാണ് വന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു രേഖകളും ഇല്ലാത്തത് കൊണ്ടാണ് അറസ്റ്റ് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി, അതായത് സംസ്ഥാനത്തുടനീളം ATS പോലീസിന്റെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനകളുടെ തുടർച്ച എന്ന് തന്നെയായിരിക്കണം നമുക്ക് ഇതിനെ കൂട്ടിവായിക്കാൻ സാധിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അന്യരാജ്യങ്ങളിൽ നിന്നും ഒക്കെ എത്തുന്നവരുടെ വരുന്നവർ അധികമായി വരുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് കണക്കാക്കുന്നത്. സംസ്ഥാനത്ത് പിടിയിലായ ബംഗ്ലാദേശികൾക്ക് ഭീകരവാദി സംഘടനകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, വലിയ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി നുഴഞ്ഞുകയറി എത്താനുള്ള സാധ്യത കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല. ഇതിനോടൊപ്പം വരുന്നവരെ കേരളത്തിൽ സംരക്ഷിക്കുന്നവരുടെ പശ്ചാത്തലവും ലക്ഷ്യവും എന്താണ് എന്നുള്ളതും പരിശോധിച്ചു വരികയാണ്. ഈ പരിശോധനയുടെ കൂടെയൊക്കെ ഭാഗമായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് ഈ സാഹചര്യത്തിൽ, അതായത് IB അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ, NA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾക്ക് ഇപ്പോൾ നിലവിൽ ഒരു നേതൃത്വം നൽകുന്നത്. ഇവരെല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ വിവരങ്ങൾ, റിപ്പോർട്ടുകളും ഒക്കെ തന്നെ തേടിയിട്ടുണ്ട്. റൂറൽ മേഖലയിൽ ഇതുവരെ പിടിയിലായ നുഴഞ്ഞുകയറ്റക്കാരായ ബംഗ്ലാദേശികളെ NAയ്ക്കും IBയ്ക്കും ഒക്കെ തന്നെ അവരും ചോദ്യം ചെയ്ത് വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 10ഓളം വരുന്ന ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഒരു 27 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 50ഓളം പേരെയാണ് നിലവിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അനു, ശരി അഖിൽ.